അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയങ്കരനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് കുറ്റ്യാടി ഹമീദ് മാഷ, ഈ ഏരിയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ടി എ ഹമീദ്, അതേപോലെ തന്നെ വേദിയിലിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്മാരെ, നേതാക്കന്മാരെ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ വെള്ളിയാപ്പള്ളി ഏരിയ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന ഇന്നാട്ടിലെ സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികൾ, 400 കിലോമീറ്റർ അപ്പുറത്ത് നിന്നിട്ട് ഈ മണ്ണിൽ വന്നതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്പം അഹങ്കാരം കലർന്ന അഭിമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. കാരണം 1989 ഒക്ടോബർ മാസം 12-ാം തീയതി ഒരു റബീഉൽ അവ്വൽ 12-ന് ഈ സദസ്സിനെ മഹനീയമാക്കിയ ഇരിക്കുന്ന കുറ്റ്യാടി ഹമീദ് മാഷ ഉൾപ്പെടെയുള്ള 17 പേരടങ്ങുന്ന സംഘം ഈ ആശയത്തിന്, ഈ ആദർശത്തിന് ആലോചന നടത്തുമ്പോൾ ഈ മണ്ണിൽ ജനിച്ചിട്ട് പോലുമില്ലാത്ത എനിക്ക് ഇന്ന് ഈ മണ്ണിൽ വന്നുകൊണ്ട് ഈ സംഘടനയെ അഭിസംബോധന ചെയ്യാൻ കിട്ടിയ ഭാഗ്യം ഞാനൊരു മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാരണം പോപ്പുലർ ഫ്രണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ മാരടത്തിൽ നിന്ന് വളർന്ന വലുതായി ഇന്ത്യ രാജ്യത്തെ മുഴുവൻ കേന്ദ്രങ്ങളിലേക്കും വളർന്നു നിൽക്കുന്ന, നഗരങ്ങളിലേക്കും വളർന്നു നിൽക്കുന്ന ഈ സംഘടന ഇന്ന് രാജ്യത്തിന്റെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗത്തിന്റെ, മർദ്ദിത ജനവിഭാഗത്തിന്റെ, നീതി നിഷേധിക്കപ്പെട്ടവരുടെ, അരികുവൽക്കരിക്കപ്പെട്ടവരുടെ പ്രതീക്ഷയും പ്രത്യാശയും ആശ്വാസവുമായി ഇന്ന് മാറിയിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇത്തരുണത്തിൽ ഇതേപോലെയുള്ള ഏരിയ സമ്മേളനങ്ങൾ നാട്ടൊരുമ എന്ന പേരിൽ ദേശീയ വ്യാപകമായി സംഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ജനുവരി 26-ാം തീയതി കന്യാകുമാരിയിൽ നിന്ന് തുടക്കം കുറിച്ച ഏതാണ്ട് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ദേശീയതല ക്യാമ്പയിനാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പയിന് തലക്കെട്ടായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നൽകിയിട്ടുള്ള സന്ദേശം, വാചകം, തലവാചകം സേവ് ദി റിപ്പബ്ലിക് എന്നതാണ്. റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്ന തലക്കെട്ടാണ്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വളരെ വിപുലമായ രീതിയിൽ ആഘോഷ ആനന്ദ പരിപാടികളോടുകൂടി നാം നമ്മുടെ രാജ്യത്തിന്റെ 75-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത്. സ്കൂളുകളിലും ഓഫീസുകളിലും സർക്കാർ ഓഫീസുകളിലും വീടുകളിലും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെയായി പതാക ഉയർത്തിയും മിഠായി വിതരണം ചെയ്തും നമ്മൾ വിപുലമായ രീതിയിൽ നമ്മളുടെ 75-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാനുള്ളത്, കേവലം ആഘോഷത്തിന്റെ ദിനങ്ങൾ മാത്രമായി ഈ സ്വാതന്ത്ര്യ ദിനങ്ങൾ കടന്നു പോകാൻ പാടില്ല. കേവലം ആഹ്ലാദത്തിന്റെയോ ആനന്ദത്തിന്റെയോ ദിനമായി മാത്രം കടന്നു പോകാൻ പാടില്ല. മറിച്ച്
സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആഘോഷത്തോടൊപ്പം ചില ആലോചനകൾ കൂടി ഈ രാജ്യത്ത് പങ്കുവെക്കേണ്ടതുണ്ട് എന്നതിന്റെ തിരിച്ചറിവുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണമെന്നതിൽ തർക്കമില്ല. പക്ഷേ ആഘോഷം മാത്രമായി നമ്മുടെ ദിനങ്ങൾ പോകാൻ പാടില്ല. നാട്ടൊരുമകൾ ആഘോഷം മാത്രമായി പോകാൻ പാടില്ല. മറിച്ച് ചില ആലോചനകൾ, ചില ചിന്തകൾ, ചില ആശയങ്ങൾ, ചില വിഷമങ്ങൾ, ചില ഭാവി പദ്ധതികൾ, ഭാവിയെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്ന വേദികളായി ഈ രാജ്യത്തിന്റെ വേദികൾ മാറണം. ഈ രാജ്യത്തിന്റെ ഗ്രാമങ്ങൾ മാറണം. ഈ രാജ്യത്തിന്റെ പട്ടണങ്ങൾ മാറണം. ഈ രാജ്യത്തിന്റെ ഹൃദയം മാറണം എന്ന ആലോചനയുടെയും ചിന്തയുടെയും ഭാഗമായിട്ടാണ് സേവ് ദ റിപ്പബ്ലിക് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരുണത്തിൽ ഗ്രാമാന്തരങ്ങളിൽ ചെന്നുകൊണ്ട്, നഗരങ്ങളിൽ ചെന്നുകൊണ്ട് രാജ്യത്തെ ജനങ്ങളോട് സംവദിക്കാൻ, രാജ്യത്തെ ജനങ്ങളോട് ആശയ കൈമാറ്റം നടത്താൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇത്തരം നാട്ടുരുമ പോലെയുള്ള ഗ്രാമ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം 75ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഉയർത്തേണ്ടി വന്ന മുദ്രാവാക്യം ഇതിന്റെ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്നതാണ്. ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്നതാണ്. എന്തുകൊണ്ട് രാജ്യത്തിന്റെ 75ാം വാർഷിക ദിനത്തിലും ഒരു സംഘടനയ്ക്ക്, ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തേണ്ടി വരുന്നു? കാലം നമ്മളോട് ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ റിപ്പബ്ലിക്, രാജ്യത്തിന്റെ ജനാധിപത്യം, രാജ്യത്തിന്റെ ഭരണഘടന, രാജ്യത്തിന്റെ മതേതരത്വം, രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന മഹനീയമായ സങ്കല്പങ്ങൾ, നമ്മുടെ ആശയങ്ങൾ ഓരോ ദിവസവും ഇന്ത്യയുടെ തെരുവീതികളിൽ പിച്ചിച്ചീന്തപ്പെടുന്ന സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി, വളരെ അഹങ്കാരത്തോടു കൂടി ഈ ലോകത്ത് തന്നെ എഴുതപ്പെട്ടതിൽ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യമാണ് എന്റെ രാജ്യം എന്നൊക്കെ പറയാറുണ്ട്. വലിയ ജനാധിപത്യം കളിത്തൊട്ടിലാകുന്ന രാജ്യമാണ് എന്റെ രാജ്യം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ പറച്ചിലൊക്കെ തന്നെ കേവലം വാചകങ്ങളായി മാത്രം മാറുകയും ആത്മാവില്ലാത്ത, ജീവനില്ലാത്ത ശവശരീരങ്ങളെ പോലെയായി ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും രാജ്യത്തിന്റെ മതേതരത്വം മാറിയിരിക്കുന്ന വസ്തുതയാണ് നമുക്ക് മുമ്പിലുള്ളത്. എന്താണ് ഭരണഘടന പറയുന്നത്? ഭരണഘടനയുടെ ആമുഖം, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഭരണഘടന വായിച്ചിട്ടില്ലെങ്കിലും അതിന്റെ ആമുഖം കാണാൻ ചില സാധ്യതയുണ്ട്, വഴിയുണ്ട്. കാര്യം, 7ാം ക്ലാസ്സിലെ സാമൂഹിക പാഠപുസ്തകം കണ്ടിട്ടുണ്ടെങ്കിൽ, 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തിന്റെ പുറംചട്ട കണ്ടിട്ടുണ്ടെങ്കിൽ ആ പുറംചട്ടയിൽ വർണ്ണഘടന ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? We the people of India have a solemnly resolved to constitute India into a sovereign, socialist, secular democratic republic. We the people, ഞങ്ങളാകുന്ന ജനത, ഈ ഇന്ത്യൻ ജനതയെ, അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തെയോ ഏതെങ്കിലും ജാതിയെയോ ഏതെങ്കിലും ഗ്രാമത്തെയോ അല്ല ഈ രാജ്യം അഭിസംബോധന ചെയ്യുന്നത്. ഇന്നും ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ അഭിമാനത്തോടു കൂടി ഏത് ഇന്ത്യൻ പൗരൻ ഉയർത്തി കാണിക്കുന്ന ഈ ഭരണഘടന ആമുഖമുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന We the people of India have a solemnly resolved to constitute India into a sovereign, ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് സങ്കല്പത്തിന് മുന്നോട്ട് നിൽക്കുന്ന, സ്ഥിതി സമത്വത്തിന് മുന്നോട്ട് വെക്കുന്ന സെക്കുലർ മതേതരത്വമുള്ള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ് എന്റെ രാജ്യമെന്ന അഭിമാനത്തോടു കൂടി പറയുമ്പോൾ, ഇന്ന് ആ ഭരണഘടന ആമുഖം കാണുമ്പോൾ അറിയാതെ ഓർത്തുപോകുന്നത് നമ്മുടെ സാധാരണ ഈ ലഹരി വസ്തുക്കളുടെ മുകളിൽ എഴുതിയിരിക്കുന്ന പരസ്യമുണ്ട്. ലഹരി വസ്തു ഉപയോഗത്തിന്റെ മുകളിൽ, അല്ലെങ്കിൽ ടിവിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, സീരി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ എഴുതി കാണിക്കുന്ന ഒരു വാചകമുണ്ട്, ഇതിന്റെ ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നത് പോലെ കേവലം ഒരു കോമഡിയായി ഈ രാജ്യത്തിന്റെ ആമുഖത്തെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഭരണഘടന ആമുഖത്തെ. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നാം ഇത്തരം ഗ്രാമ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഓരോ ദിവസം കഴിയുമ്പോഴും ഒരു ഹിന്ദുത്വ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ മതേതരത്വം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ സോഷ്യലിസം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പതിയെ
ഹിന്ദുത്വ രാജ്യമെന്ന ഒരു ഭീകരമായ ഏകാധിപത്യ ഡെമോക്രസിയിൽ നിന്ന് മോണോക്രസിയിലേക്ക്, ഒരു ഏകാധിപത്യ രാജ്യസങ്കല്പത്തിലേക്ക് നമ്മുടെ ഇന്ത്യ വഴുതി വീണുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ സാഹചര്യം നാം മനസ്സിലാക്കാൻ തയ്യാറാകണം. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തന പദ്ധതികളുമായിട്ടാണ് 2014 മെയ് മാസം അധികാരത്തിൽ കടന്നു നരേന്ദ്രമോദിയും കൂട്ടരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഓരോ ഭരണകൂട നീക്കങ്ങളെയും നോക്കിക്കാണുമ്പോൾ, അവരുടെ ഓരോ നിയമങ്ങളെ നോക്കിക്കാണുമ്പോൾ, സാധാരണഗതിയില് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാല് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ വേദനകളെ ചർച്ച ചെയ്യേണ്ട വേദിയാണെങ്കിൽ, ഈ രാജ്യത്തെ ജനങ്ങളുടെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട വേദിയാണെങ്കിൽ, ഈ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യത്തെക്കുറിച്ച്, അവരുടെ വേദനകളെ കുറിച്ച്, അവരുടെ വ്യക്തികളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട വേദിയാണ് ഇന്ത്യയുടെ പാർലമെന്റെങ്കിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിലേറി എന്ന് മുതലാണോ അന്ന് മുതൽ ഈ രാജ്യത്തിന്റെ വേദനകളെ കുറിച്ചല്ല ഇന്ത്യൻ പാർലമെന്റ് ചർച്ച ചെയ്യുന്നത്. ഈ രാജ്യത്തിന്റെ തേങ്ങലകളെ കുറിച്ചല്ല ഇന്ത്യയുടെ പാർലമെന്റ് ചർച്ച ചെയ്യുന്നത്. ഈ രാജ്യത്തിന്റെ വികസനത്തെ കുറിച്ചോ, ഈ രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ചോ, ഈ രാജ്യത്തിന്റെ മുന്നേറ്റത്തെ കുറിച്ചല്ല ഇന്ത്യയുടെ പാർലമെന്റുകൾ ചർച്ച ചെയ്യുന്നത്. മറിച്ച് ഈ രാജ്യത്ത് വർഗീയത ഉണ്ടാക്കുന്ന വിഷലിപ്തങ്ങൾ എങ്ങനെ പടച്ചുവിടാമെന്ന് ചർച്ച ചെയ്യുന്ന വേദിയായി ഇന്ത്യയുടെ പാർലമെന്റുകൾ നരേന്ദ്രമോദിയുടെ കീഴിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ രാജ്യത്തെ പൗരന്റെ പൗരാവകാശത്തെ ഹനിക്കുന്നത് എങ്ങനെയാണെന്ന് ചർച്ച ചെയ്യുന്ന വേദികളായി ഇന്ത്യയുടെ അമിത്ഷാ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയുടെ ഭരണകൂട കേന്ദ്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ രാജ്യത്തിന്റെ നീതി നിഷേധിക്കപ്പെടുന്നവരെ നീതി നിഷേധിക്കാൻ സംവിധാനമൊരുക്കുന്ന വേദിയായി, സംവിധാനമായി ഈ രാജ്യത്തിന്റെ ഭരണകൂടവും ഭരണകൂട സ്ഥാപനങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് മുമ്പിലുള്ളത്. നിങ്ങൾ ഓരോന്നെടുത്ത് നോക്കുക. ഈ രാജ്യത്തെ ഓരോ നിയമങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാജ്യത്തെ കൊണ്ടുപോകാനുള്ള നിയമനിർമ്മാണങ്ങളായി രാജ്യത്തെ പാർലമെന്റ് പാസ്സുകാർ നിയമങ്ങൾ ഇത് പരിശോധിച്ച് നോക്കുക. NIA പ്രത്യേക അധികാരം കൊടുത്ത നിയമം, UAPA ഭേദഗതി വരുത്തിയ നിയമം, കാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തുള്ള നിയമം, മുത്തലാഖ് ബില്ല് ഇപ്പൊ ലക്ഷദ്വീപിലേക്ക് കടക്കാൻ പോകുന്നു, NRC CAA നിയമ പരിഷ്കാരങ്ങള്, ലക്ഷദ്വീപിലേക്ക് കൊണ്ടുവന്ന പരിഷ്കാരങ്ങള്, ഇതേണ്ട ഏക സിവിൽ കോഡ് തുടങ്ങി ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നതുമായ ഓരോ നിയമങ്ങൾ എടുത്തു നോക്കുമ്പോഴും ഹിന്ദുത്വ രാജ്യത്തിലേക്കുള്ള മയിൽക്കുറ്റികളാണ് നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെയാണ് ബോധ്യപ്പെടുക. അതല്ലെങ്കിൽ RSS ഇവിടെ ഉയർത്തി വെച്ചിട്ടുള്ള RSS കഴിഞ്ഞ 100 വർഷക്കാലമായി 96 വർഷക്കാലമായി ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഇല്ലാത്ത, ക്രിസ്ത്യാനി ഇല്ലാത്ത, കമ്മ്യൂണിസ്റ്റുകാരില്ലാത്ത ഒരു രാജ്യത്തെ സൃഷ്ടിക്കാനുള്ള മയിൽക്കുറ്റികളാണ് ഇന്ന് നരേന്ദ്രമോദിയും കൂട്ടരും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിയമങ്ങളും. എന്താണ് നിങ്ങൾക്ക് കാശ്മീരിന്റെ 370 ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞു. സ്വാഭാവികമായും അങ്ങ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന സംസ്ഥാനത്തിന്റെ 370ാമത്തെ ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞാൽ ഈ കേരളത്തിലെ
ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ച് എന്ത് സംഭവിക്കാനാണ്? അത് മാത്രമല്ല, നമ്മളോട് പത്രങ്ങൾ വാർത്ത എഴുതി കാശ്മീരിന്റെ ഈ ആർട്ടിക്കിൾ എടുത്തു കളയുന്നതോട് തന്നെ, ജമ്മു ആൻഡ് കാശ്മീരിന്റെ 370 എന്ന ആർട്ടിക്കിൾ എടുത്തു കളയുന്നതോട് തന്നെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും പോലെ ഇതാ നമ്മുടെ സംസ്ഥാന ജമ്മു ആൻഡ് കാശ്മീർ മാറിയിരിക്കുന്നു, തുല്യ പദവിയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും, മുത്തശ്ശി മാധ്യമങ്ങൾ പോലും എഴുതിയ ജമ്മു ആൻഡ് കാശ്മീരിന്റെ 370 എന്ന പ്രത്യേകമായ പദവി എടുത്തു കളഞ്ഞിരിക്കുന്നു. അതോടുകൂടി തന്നെ ഇതാ ജമ്മു ആൻഡ് കാശ്മീർ കേരളത്തെ പോലെയുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെ പോലെ തുല്യ പദവിയായി എന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചു. എന്തുകൊണ്ടാണ് കാശ്മീരിന്റെ 370 ആർട്ടിക്കിൾ എടുത്തു കളയുന്നത്? നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം, RSSനെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയ ജനതാ പാർട്ടി BJPയെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ എന്നത് അവർക്ക് എന്നും ഒരു ടാർഗറ്റ് ആയിരുന്നു. ജമ്മു ആൻഡ് കാശ്മീർ എന്നത് അവർക്ക് എന്നും ഒരു ടാർഗറ്റ് ആയിരുന്നു. ചെറിയ വരുമാനം കൊണ്ട് വളരെ സ്വസ്ഥമായിട്ടും സ്വൈര്യമായിട്ടും ജീവിക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ. അവിടുത്തെ ജനങ്ങൾക്ക് ചെറിയ വരുമാനമാണെങ്കിലും ആ ഉള്ള വരുമാനത്തിൽ തൃപ്തികരമായി സന്തോഷകരമായി കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിനെ RSSും ഭാരതീയ ജനതാ പാർട്ടി ടാർഗറ്റ് ചെയ്യാൻ ഒരു കാരണമുണ്ട്. അത് ഒന്നാമത്തെ കാരണം, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളായ മുസ്ലിമീങ്ങള് മഹാഭൂരിപക്ഷം താമസിക്കുന്ന സംസ്ഥാനമാണ് ജമ്മു ആൻഡ് കാശ്മീർ. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളായ മുസ്ലിമീങ്ങള് മഹാഭൂരിപക്ഷം താമസിക്കുന്ന സംസ്ഥാനത്തിന്റെ പേരാണ്, ഇന്ത്യയിലെ സംസ്ഥാന പേരാണ് ജമ്മു ആൻഡ് കാശ്മീർ. അങ്ങനെ മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം താമസിക്കുന്ന ഒരു സംസ്ഥാനത്ത് സമാധാനത്തിന്റെയും സഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും അന്തരീക്ഷം ഉണ്ടാവാൻ പാടില്ല. അവിടെ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാൻ പാടില്ല. അവിടെ സാമൂഹികപരമായ പുരോഗതി ഉണ്ടാകാൻ പാടില്ല. അവിടെ വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആ മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം താമസിക്കുന്ന സംസ്ഥാനത്ത് സാമ്പത്തികമായിട്ടോ സാമൂഹികപരമായിട്ടോ സാംസ്കാരികപരമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ പുരോഗതി ഉണ്ടായാല് അത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ RSS നമ്മളെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജമ്മു ആൻഡ് കാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞുകൊണ്ട് എല്ലാ സംസ്ഥാനത്തെ പോലെ ഒരു സംസ്ഥാനമാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷേ ഇന്ന് മക്കൾ സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ പേരെണ്ണുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ എന്നൊരു സംസ്ഥാനം തന്നെ ഇന്നില്ല. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് ഒരു സംസ്ഥാനം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇന്ന് കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന സംസ്ഥാനമായി പ്രദേശമായി കാശ്മീരിനെ മാറ്റിയെടുത്തിരിക്കുന്നു. പട്ടാളത്തിന്റെ നിയന്ത്രണത്തിന്, പട്ടാളത്തിന്റെ ചിട്ടയിൽ മാത്രം ജീവിച്ച് മരിക്കേണ്ടി വരുന്ന ജനവിഭാഗങ്ങളായി, പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന, ഭരണഘടനാ അവകാശം നിഷേധിക്കപ്പെടുന്ന, പൗര സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യ ജീവനുകളുള്ള ജീവനില്ലാത്ത മനുഷ്യരായി ജീവിക്കേണ്ട ഗതികളിലേക്ക് കാശ്മീരിന്റെ ജനത എത്തിച്ചു. അതല്ലെങ്കിൽ എന്താണ് പ്രശ്നം? ജമ്മു ആൻഡ് കാശ്മീർ നിയമം മാത്രം പ്രശ്നമുള്ള നിയമമാകുക. ഇന്ത്യയിൽ എന്തേ പ്രത്യേക അധികാരമുള്ള സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ മാത്രമാണോ? അല്ലല്ലോ. ഇന്ത്യയിലെ ആസാമിന് പ്രത്യേകമായ അവകാശമുണ്ട്, അത് പ്രശ്നമല്ല. ഇന്ത്യയിലെ ജാർഖണ്ഡിന് പ്രത്യേകമായ അവകാശമുണ്ട്, അത് പ്രശ്നമല്ല. ഇന്ത്യയിലെ നാഗാലാൻഡിന് പ്രത്യേകമായ അവകാശമുണ്ട്, അത് പ്രശ്നമല്ല. ഇന്ത്യയിലെ എന്തിനു പറയുന്നു കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ കർണാടകയ്ക്ക് വരെ പ്രത്യേകമായ അവകാശമുണ്ട്, അത് പ്രശ്നമല്ല. അപ്പോൾ ആസാമിന്റെ പ്രത്യേക അവകാശം പ്രശ്നമല്ലാത്ത, ജാർഖണ്ഡിന്റെ അവകാശം പ്രശ്നമല്ലാത്ത, മിസോറാമിന്റെ അവകാശം പ്രശ്നമല്ലാത്ത, നാഗാലാൻഡിന്റെ അവകാശം പ്രശ്നമല്ലാത്ത, കർണാടകയുടെ അവകാശം പ്രശ്നമല്ലാത്ത ജമ്മു ആൻഡ് കാശ്മീരിന്റെ മാത്രം അവകാശം പ്രശ്നമായി മാറുമ്പോൾ അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം വിരുദ്ധതയുടെ ഭാഗമായിട്ടാണ് RSS ആ നിയമം നടപ്പിലാക്കുന്നത്. അങ്ങനെ വായിക്കാൻ കഴിയണം, അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ മാത്രമാണ് നാം ഒക്കെ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ പൗരന്മാരായി മാറുകയുള്ളൂ. എന്തുകൊണ്ട് ലക്ഷദ്വീപിലേക്ക് അടുത്ത കണ്ടുവെച്ചു എന്ന് വെച്ചാല് ഇന്ത്യയിലെ മറ്റൊരു പ്രദേശമുണ്ടെങ്കിൽ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമായി താമസിക്കുന്ന സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മറ്റൊരു പ്രദേശം എന്നത് ലക്ഷദ്വീപാണ്. ഇനി ആ ലക്ഷദ്വീപിലേക്ക് മുസ്ലിങ്ങൾ സ്വൈര്യമായി ജീവിക്കാൻ പാടില്ല, അവര് സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ പാടില്ല, അവരുടെ മക്കളെ വിദ്യാഭ്യാസം നേടി പുരോഗതി നേടി മുന്നോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്ന് രണ്ടാമത്തെ ടാർഗറ്റ് ആയിട്ട് RSSും നരേന്ദ്രമോദിയും ലക്ഷദ്വീപിനെ കാണുന്നത്. പിന്നെയോ വേറെ നിയമമാണ്, മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു. മുത്തലാഖ് ബില്ല് കൊണ്ടുവന്ന നരേന്ദ്രമോദി പറഞ്ഞത് മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയാണ് അമിത്ഷായും നരേന്ദ്രമോദി മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നത്. മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പിയെടുക്കാൻ വേണ്ടിയാണ് അത്രേ. കാര്യം
പുരുഷന്മാര് തലാക്ക് ചൊല്ലി പോകുന്ന സ്ത്രീകളൊക്കെ മുസ്ലിം സമുദായത്തിൽ വല്ലാത്ത കണ്ണുനീരിലാണത്രേ. എന്താണ്? RSSകാരനെ മുസ്ലിം സ്ത്രീകളുടെ കണ്ണുനീര് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കണ്ണുനീരിന്റെ കഥകൾ ഈ രാജ്യത്തെ ഉമ്മമാർക്ക് നരേന്ദ്രമോദിയോട് പറയാനുണ്ട്. ഒരുപാട് വേങ്ങലുകളുടെ, ഒരുപാട് നഷ്ടങ്ങളുടെ കഥ ഈ രാജ്യത്തെ ജനവിഭാഗത്തിന് RSSനോട് പറയാറുണ്ട്. ഒന്നും മറന്നു പോയിട്ടില്ല. എന്തേ ഗുജറാത്ത് മറന്നുപോയ നരേന്ദ്രമോദി, ഗുജറാത്ത് മറന്നുപോയ അമിത്ഷാ. ഈ അമിത്ഷാ ഭരിക്കുന്ന ഗുജറാത്തിലെ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഗുജറാത്തിനെയാണ് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഏത് ഗുജറാത്ത്? ഗുജറാത്തിനെ കുറിച്ച് കേരളത്തിലെ സച്ചിദാനന്ദ എന്ന കവി തന്റെ വിട എന്ന കവിതയിൽ എഴുതി വെക്കുന്നുണ്ട്. ഉണ്ണി, നിന്റെ വരവ് ഇങ്ങനാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിനക്കായി മാലാകമാർ ചുടുചുംബനം നൽകാൻ കാത്തിരുന്നു. നിനക്കായി ഞാൻ താരാട്ടുപാട്ട് കരുതിയിരുന്നു. പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത്. കൊടിയും ബന്ധവുമായി അവർ വന്നു, വാളം തൃശൂലവും അവർ വന്നു. അവരെന്റെ കൈകാലുകൾ കെട്ടിയിട്ട് അടിവയർന്നിടുകേ പിളർന്ന് നിന്നെ പുറത്തേക്കെടുത്തപ്പോൾ നീ എന്റെ പുക്കിൾ കൊടിയിൽ പിടിച്ചിരുന്നു. പുഴയും കിനാവും കിനാക്കണ്ട നിന്റെ കുഞ്ഞിക്കണ്ണുകൾ ഇറക്കി അടച്ചുപോ. കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിം സ്ത്രീകളുടെ കണ്ണുനീരപ്പാൻ വരുന്ന നരേന്ദ്രമോദിയോടും കേരളത്തിലെയും ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ കണ്ണുനീരും വേദനയും തിരിച്ചറിയാമെന്ന അമിത്ഷായോടും കേരളത്തിലെ സച്ചിദാനന്ദൻ എന്ന കവിത വെക്കുന്ന വിട എന്ന കവിത മാത്രമാണ് പറയാറുള്ളത്. കേരളത്തിലെ ഗുജറാത്ത് എന്നൊരു സംസ്ഥാനം ഉണ്ടായിരുന്നു. ആ ഗുജറാത്തിന്റെ തലസ്ഥാന നഗരിയായ അഹമ്മദാബാദിൽ നിന്നും 6 കിലോമീറ്റർ അകത്തേക്ക് പോയാല് ഒരു നരോദ പാട്ടി എന്ന സ്ഥലം കാണാം. കണ്ണീരപ്പാൻ വരുന്ന നരേന്ദ്രമോദിക്ക് മറന്നുപോയ സ്ഥലമുണ്ടല്ലോ, അമിത്ഷാ മറന്നുപോയ സ്ഥലമുണ്ടല്ലോ, ഈ രാജ്യത്തെ RSSകാരെ മറന്നുപോയ സ്ഥലമുണ്ടല്ലോ, ഈ രാജ്യത്തെ മതേതര രാഷ്ട്രീയ പാർട്ടികൾ മറന്നുപോയ സ്ഥലമുണ്ടല്ലോ. ഇന്ത്യയിലെ ഒരു മുസൽമാനും മറക്കാൻ കഴിയാത്ത നരോദ പാർട്ടി ഉണ്ടല്ലോ. നരോദ പാർട്ടിയിലെ 2002 ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ചുകൊണ്ട് വാളുകളും തൃശൂലകളുമായി ഈ രാജ്യത്തിന്റെ മക്കളായ, ഈ രാജ്യത്തിന്റെ പൗരന്മാരായ മുസ്ലിം യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്തി കത്തിച്ചു കൊന്നു കളഞ്ഞ RSSന്റെ കലാപം ഉണ്ടായിരുന്നു. ആ കലാപത്തില് തന്റെ വീട്ടുമുറ്റത്ത് RSSകാരന് ഓങ്കാരം മുഴക്കിക്കൊണ്ട് മുസ്ലിം യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ, മുസ്ലിം മാതാക്കളെ ബലാത്സംഗം ചെയ്യുമ്പോൾ കൗസർ ബാനി വന്ന നിറവയറുമായി നിൽക്കുന്ന ഗർഭിണിയായ കൗസർ ബാനി യുവതി തന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി. ഇറങ്ങുമ്പോൾ കൗസർ ബാനി ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. താനൊരു ഗർഭിണിയാണല്ലോ, തന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു ജീവനുണ്ടല്ലോ. അതുകൊണ്ട് ലോകത്ത് മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത, അല്പമെങ്കിലും മനസ്സാക്ഷി തൊട്ട് നീട്ടിയിട്ടുള്ള ഏത് മനുഷ്യനും പരിഗണിക്കുമെന്ന വലിയ വിശ്വാസത്തോടു കൂടി RSSകാരന്റെ കലാപാഹ്വാനങ്ങളുമായി കലാപം നടക്കുമ്പോൾ കൗസർ ബാനു പുറത്തേക്ക് നോക്കുമ്പോൾ ആ കൗസർ ബാനുവിന്റെ വീട്ടിലേക്ക് ഇറച്ചു കയറുന്ന RSSകാരുണ്ടല്ലോ, ഗർഭിണിയാണെന്ന് പോലും പരിഗണിക്കാതെ, തന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു ജീവനുണ്ടെന്ന് പോലും പരിഗണിക്കാതെ കൗസർ ബാനുവിനെ ബലാത്സംഗം ചെയ്യുമ്പോൾ, ബലാത്സംഗത്തിന്റെയും മർദ്ദനത്തിന്റെയും ഭാഗമായി, സമ്മർദ്ദത്തിന്റെ ഭാഗമായി കൗസർ ബാനു അറിയാതെ ഒരു ചോരക്കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. അതാണ് പറയുന്നത്, ഉണ്ണി, നിന്റെ വരവ് ഇങ്ങനാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിനക്കായി മാലാകമാർ ചുടുചുംബനം നൽകാൻ കാത്തിരുന്നു. ഏതൊരു മാതാവും കാത്തിരിക്കുന്നത് പോലെ, ഏതൊരു മാതാവും സ്വപ്നം കാണുന്നത് പോലെ നിനക്കായി ഞാൻ ഒരുപാട് താരാട്ടുപാട്ട് കരുതാൻ കാത്തിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അവർ വന്നത്. കൊടിയും പന്തവുമായി അവർ വന്നു, വാളും തൃശൂലവുമായി വന്നു. അവർ എന്റെ കൈകാലുകൾ കെട്ടിയിട്ട് അടിവയർന്നിടുകേ പിളർക്കുമ്പോൾ, ഇല്ല, കൗസർ ബാനു പറയുന്നു, ഇല്ല, ലോകത്തൊരു മാതാവും, ലോകത്തൊരു ഉമ്മയും, ലോകത്തൊരു അമ്മയും ഇതുപോലെ സ്വന്തം കുട്ടിയെ ചിതയിലേക്ക് പ്രസവിച്ചിട്ടുണ്ടാവില്ല. എന്റെ കുട്ടിയെ ഞാൻ ചിതയിലേക്ക് പ്രസവിക്കേണ്ടി വന്നു. സമ്മർദ്ദത്തിന്റെ ഫലമായി പുറത്തേക്ക് വന്ന കുട്ടിയുടെ ചോര മാറാത്ത ആ കുട്ടിയെ തന്റെ തൃശൂലത്തിൽ കുത്തിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കൊണ്ടുപോയ RSSകാരനെ ഇന്ത്യയിലെ ഉപ്പമാരെ മറന്നു പോകുമെന്ന് ആരും വിചാരിക്കണ്ട. ആ RSSകാരാണ് പറയുന്നത്, ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ കണ്ണുനീരൊപ്പാൻ വേണ്ടിയാണ് മുത്തലാഖ് ബില്ല്. ആ RSSനോട് തിരിച്ചു ചോദിക്കാൻ കഴിയണം, BJPയോട് തിരിച്ചു ചോദിക്കാൻ കഴിയണം. ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയ പാർട്ടികൾ, അതിനോട് മൗനം പാലിക്കുന്ന ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയ പാർട്ടികളോട് തിരിച്ചു ചോദിക്കാൻ കഴിയണം. എന്തേ ഇന്ത്യയിലെ ഹിന്ദു ബന്ധമൊഴിഞ്ഞാൽ കുറ്റകരമല്ലാത്ത നിയമം, ഇന്ത്യയിലെ ക്രിസ്ത്യാനി ബന്ധമൊഴിഞ്ഞാൽ കുറ്റകരമല്ല, ഇന്ത്യയിലെ ഹിന്ദുവായ യുവാവ് ബന്ധമൊഴിഞ്ഞാൽ കുറ്റകരമല്ല,
ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരൻ ബന്ധമൊഴിഞ്ഞാൽ കുറ്റകരമല്ല, ഇന്ത്യയിലെ സിഖുകാരൻ ബന്ധമൊഴിഞ്ഞാൽ കുറ്റകരമല്ല, ഇന്ത്യയിലെ പാഴ്സിക്കാരൻ ബന്ധമൊഴിഞ്ഞാൽ കുറ്റകരമല്ല. പക്ഷേ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ബന്ധമൊഴിച്ചാൽ അത് ക്രിമിനൽ കുറ്റമാകുന്നെങ്കിൽ ഈ രാജ്യത്ത് എന്തിനു വേണ്ടിയാണ് ആ നിയമം എന്ന് ചിന്തിക്കാൻ കഴിയണം. എന്തിനു വേണ്ടിയാണ് ആ നിയമം ചുട്ടെടുത്തത് ചിന്തിക്കാൻ കഴിയണം. ഇങ്ങനെ ഓരോ നിയമങ്ങളും രാജ്യത്തെ പൗരന്മാർക്കെതിരെ രാജ്യത്ത് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി മത അടിസ്ഥാനത്തിൽ രൂപീകരിച്ചുകൊണ്ട് ഒരു ഹിന്ദുത്വ രാജ്യം സൃഷ്ടിക്കാനാണ് RSS മുന്നോട്ട് പോകുന്നത്. അത് RSS നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ മാത്രം സ്വപ്നം കണ്ട പദ്ധതി ഒന്നുമല്ല. ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് കുറച്ചൊന്ന് സൂചിപ്പിച്ചു, RSS നരേന്ദ്രമോദിയോ അമിത്ഷായോ അധികാരത്തിൽ വന്നപ്പോൾ സ്വപ്നം കണ്ടതല്ല, മറിച്ച് 1925 നാഗ്പൂരിൽ RSS രൂപീകരിച്ച അന്നേ ദിവസം തന്നെ അവർ എഴുതി വെച്ചു, ഇന്ത്യയിൽ 3 ആഭ്യന്തര ശത്രുക്കളുണ്ട്. എവിടെ എഴുതി വെച്ചു? ആരും കാണാതെ ചെവിയിൽ പോയി പറഞ്ഞതല്ല, ആരും കാണാതെ ഇരുട്ടുമുറിയിൽ പോയി പറഞ്ഞതല്ല, മറിച്ച് അവരുടെ വേദപുസ്തകമായ വേദപുസ്തകം നിങ്ങൾ പോയി പരിശോധിച്ച് നോക്കുക. ഏതെങ്കിലും മുസ്ലിമിനോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മയോട് ചോദിക്കുകയാണ്, ഉമ്മ, ഉപ്പ, കാക്ക, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് വെച്ചാല് മുസ്ലിമായ യുവാവോ യുവതിയോ ഉമ്മയോ വാപ്പയോ പറയും, ഞാൻ ജീവിക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ ജീവിതത്തിൽ വരുത്താൻ വേണ്ടിയാണ്. അതിന്റെ ആജ്ഞാനങ്ങൾ, അതിന്റെ നിർദ്ദേശങ്ങൾ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഒരു ക്രിസ്ത്യാനിയായ യുവാവിനോടോ യുവതിയോടോ പോയി ചോദിച്ചാൽ പറയും, ഞാൻ ജീവിക്കുന്നത് എന്റെ പരിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്, ബൈബിളിലെ ഉപദേശങ്ങൾ എന്റെ ജീവിതത്തിൽ നടത്താൻ വേണ്ടിയാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈന്ദവനായ യുവതിനോടോ യുവാവിനോടോ യുവതിയോടോ പോയി ചോദിച്ചാൽ പറയും, ഉപ്പ, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് വെച്ചാൽ പറയും, മക്കളെ, ഞാൻ ജീവിക്കുന്നത് രാമായണവും ഭഗവത്ഗീതയും എന്ന എന്റെ പരിശുദ്ധ വേദഗ്രന്ഥങ്ങൾ എന്റെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയാണെന്ന്. പക്ഷേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു RSSകാരനോടോ RSSകാരിയോടോ നിങ്ങൾ പോയി ചോദിച്ചാൽ അവന്റെ വേദപുസ്തകമായി അവൻ പരിശുദ്ധ ഖുർആനെ പറയാറില്ല, അവന്റെ വേദപുസ്തകമായി അവൻ ബൈബിളിനെ പറയാറില്ല, അവന്റെ വേദപുസ്തകമായി അവൻ ഭഗവത്ഗീതയെ പറയാറില്ല, അവന്റെ വേദപുസ്തകമായി അവൻ രാമായണത്തെ പറയാറില്ല, അവന്റെ വേദപുസ്തകമായി ഇന്ത്യയിലെ ഒരു ഇതിഹാസങ്ങളെ അവൻ പറയാറില്ല, അവന്റെ വേദപുസ്തകമായി ഇന്ത്യയിലെ ഒരു പുരാണങ്ങളെ അവൻ പറയാറില്ല, ഇന്ത്യയിലെ ഒരു ഉപദേശത്തിനെ പറയാറില്ല. മറിച്ച് ഇന്ത്യയിലെ RSSകാരൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു പറയുമ്പോൾ ഓരോ RSSകാരൻ അഭിമാനത്തോടു കൂടി പറയുന്ന അവന്റെ വേദപുസ്തകമാണ് ബെഞ്ച് ഓഫ് തോട്ട്, വിചാരധാര എന്ന് മലയാളത്തിൽ പറയും. ആ വിചാരധാരയിൽ പറഞ്ഞത് എന്താണോ അതെന്റെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്നാണ് ഓരോ RSSകാരനും RSSകാരിയും ശപഥം ചെയ്തിട്ടുള്ളത്. ആ വിചാരധാരയിൽ പറയുന്ന കണ്ണികയുടെ ഒരു ഹെഡിങ് ഉണ്ട്, അധ്യായം, സൂറത്തിന്റെ അധ്യായം പറയുന്ന പോലെ, ആയത്തിൽ തുടക്കം പറയുന്ന പോലെ ഒരു ആയത്തിന്റെ പേരാണ്, വിചാരധാരയിലെ ഒരു ആയത്തിന്റെ അല്ലെങ്കിൽ ഒരു അധ്യായത്തിന്റെ പേരാണ് ആഭ്യന്തര ശത്രുക്കൾ. ആഭ്യന്തര ശത്രുക്കൾ. ഈ രാജ്യത്തിന് 3 ആഭ്യന്തര ശത്രുക്കളുണ്ട്. ആ ആഭ്യന്തര ശത്രുക്കളെ ഈ രാജ്യത്ത് നിന്ന് കരിച്ചു കളഞ്ഞാൽ മാത്രമേ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന സംഘടനയുടെ പേരാണ് RSS. അതിന് കാരണമുണ്ട്. അതിന് RSS പറയുന്ന കാരണം എന്ന് വെച്ചാല് അവരുടെ താത്വികാധികാരനും ബുദ്ധിജീവിയുമായ VD സവർക്കർ, അവര് വീർ സവർക്കർ എന്നൊക്കെ പറയുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാലും മാപ്പെഴുതി കാലിൽ വീണ് ഇതുപോലെ നാണം കെട്ട ഒരു നേതാവ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ കാണില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ എവിടെ പരിശോധിച്ചാലും ഇതുപോലെ മാപ്പെഴുതി ഒരാളെ കാണാൻ കഴിയില്ല. അവര് വീർ സവർക്കർ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അവരെന്ത് വിളിച്ചോട്ടെ, നമുക്ക് പ്രശ്നമല്ല. ആ VD സവർക്കർ, വിനായക് ദാമോദർ സവർക്കർ എന്ന RSSന്റെ താത്വിക ആചാര്യൻ ഹിന്ദുത്വ എന്ന പുസ്തകത്തിൽ എഴുതി വെക്കുന്നു, എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ 3 ആഭ്യന്തര ശത്രുക്കളായി ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെ മാറ്റുന്നത്. അതിന് അയാൾ പറഞ്ഞ കാരണമുണ്ട്. ഇന്ത്യയിലെ സംസ്കാരങ്ങളുമായി യോജിക്കാത്തവരാണ് മുസ്ലിമീങ്ങള്. കാരണം ഇന്ത്യയിലെ മുസ്ലിമിനോട് പോയി ചോദിക്കുകയാണ്, അവന്റെ നാളത്തെ ഏറ്റവും ഭാഷ എന്ന് ചോദിച്ചാൽ, അവൻ നാളെ അവന്റെ പരലോക ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭാഷ എന്ന് ചോദിച്ചാൽ അവൻ പറയാറില്ല, പരലോക ജീവിതത്തിൽ പടച്ചവനെ എന്റെ കബറുകുഴിയിൽ എനിക്ക് മലയാളം പറയാൻ തൗഫീക്ക് ചെയ്യണമെന്ന് ദുആ ചെയ്യാറില്ല, ഉറുദു പറയാൻ തൗഫീക്ക് ചെയ്യണമെന്ന് ദുആ ചെയ്യാറില്ല, ഹിന്ദി പറയാൻ തൗഫീക്ക് ചെയ്യണമെന്ന് ദുആ ചെയ്യാറില്ല, സംസ്കൃതം പറയാൻ തൗഫീക്ക് ചെയ്യണമെന്ന് ദുആ ചെയ്യാറില്ല. മറിച്ച് ഇന്ത്യയിലെ ഓരോ മുസ്ലിം വിശ്വാസിയും പറയുന്നത് അറബി ഭാഷയെ സ്നേഹിക്കുന്നു. അറബി ഭാഷയെ
നാളെ അവന്റെ പരലോകത്തെ ഭാഷയായി സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ആർഎസ്എസ് പറഞ്ഞത്, ഇന്ത്യ പോലെയുള്ള സംസ്കൃതിയുള്ള ഈ രാജ്യത്ത് ഒരുപാട് ഭാഷകളും ഉപഭാഷകളും ഉണ്ടായിട്ടും ഇന്ത്യയിലെ ഒരു ഭാഷയും സ്വന്തം പരലോക ജീവിത ഭാഷയെ തിരഞ്ഞെടുക്കാത്ത അങ്ങകരെയുള്ള അറബി ഭാഷയെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ക്യാൻസർ ആണെന്ന് ആർഎസ്എസ് പറയുന്നത്. എഴുതി വെച്ചേക്കാണ്. രണ്ടാമതായി പറയുന്നതാണ്, ഈ വടകരയിലും നാദാപുരത്തുമായി ഒരുപാട് പാറകളുണ്ട്, ഒരുപാട് കുന്നുകളുണ്ട്. അങ്ങ് തെക്കോട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ ഒരുപാട് വലിയ വലിയ പാറകളുണ്ട്, മലമ്പുകളുണ്ട്, അല്ലെങ്കിൽ ചെങ്കോട്ടയുണ്ട്, ഡൽഹി താജ്മഹൽ പോലെയുള്ള നല്ല നല്ല സ്തൂപങ്ങളും പാറകളും ഉണ്ടായിട്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഈ വെയിലോപ്പള്ളിയിലെ ഈ വടകരയിലെ നാദാപുരത്തിലെ ഒരു ഉമ്മയും കേരളത്തിലെ ഒരു പാറയും നോക്കിയിട്ട് നമസ്കരിക്കുന്നില്ല, ഒരു താജ്മഹൽ നോക്കിയിട്ട് ദുആ ചെയ്യുന്നില്ല, ഒരു ചെങ്കോട്ടയുടെ നേരം തിരിഞ്ഞിരിക്കുന്നില്ല. മറിച്ച് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള കഅബ എന്ന് പറയുന്ന വിശുദ്ധ കേന്ദ്രത്തിലേക്കാണ് നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നത്. അത് ഇന്ത്യയിലെ ഒന്നിനോട് നിങ്ങൾ കൂറില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഇന്ത്യയിൽ നിങ്ങളെ ക്യാൻസർ എന്ന് ആർഎസ്എസ് പറയുന്നത്. നിങ്ങളെ ശത്രുവായി പ്രഖ്യാപിക്കാൻ വ്യക്തമായ അജണ്ടയുള്ള സംഘടനയാണ് ആർഎസ്എസ്. അതുപോലെയാണ് ക്രിസ്ത്യാനികളുടെ ഇഷ്ടപ്പെട്ട ഭാഷ സുറിയാനി എന്ന് പറയും. അവർ ഇഷ്ടപ്പെട്ട സ്ഥലം, വിശുദ്ധ സ്ഥലം, അവര് മക്കയിൽ നമ്മൾ പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് വത്തിക്കാനാണെന്ന് പറയും. ഈ കാരണങ്ങളാലാണ് ആർഎസ്എസ് പറയുന്നത് ആഭ്യന്തര ഈ ആഭ്യന്തര ശത്രുക്കളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതികളാണ് ആർഎസ്എസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായ നിയമങ്ങളാണ് ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായ വർഗീയതയാണ് ഓരോ ദിവസവും ഈ രാജ്യത്ത് പടച്ചുവിടുന്നത്. എന്തൊക്കെയാണ്? ആദ്യം ലവ് ജിഹാദായിരുന്നു, ലവ് ജിഹാദ്, പിന്നെ പേര് മാറി നർക്കോട്ടിക് ജിഹാദായി, പിന്നെ ഹലാൽ ജിഹാദായി, പിന്നെ തുപ്പൽ ജിഹാദായി, പിന്നെ മാർക്ക് ജിഹാദായി. ഇങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ ജിഹാദിന്റെ പേര് പറഞ്ഞിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഭിന്നിപ്പിക്കുക എന്നാണ് ആർഎസ്എസ് നോക്കുന്നത്. എന്തിനു വേണ്ടി? ഒരു ഹിന്ദുത്വ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ ഈ കൂടെ ഹിന്ദുത്വ രാജ്യം എന്ന് പറയുമ്പോൾ എന്നെ ശബ്ദം ശ്രമിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ സ്നേഹനിധികളായ ഒരു ഹൈന്ദവനായ യുവാവും യുവതിയും വിശ്വസിച്ചു പോകരുത്. നിങ്ങളെല്ലാവരും സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു രാജ്യത്തെയാണ് ആർഎസ്എസ്കാരൻ ഹിന്ദുത്വ രാജ്യമെന്ന് പറയുന്നതെന്ന് ഒരിക്കലും വിശ്വസിച്ചു പോകരുത്. ആർഎസ്എസ്കാരന്റെ സൈനിക ക്ലാസ്സിൽ പങ്കെടുത്തിട്ട്, ആർഎസ്എസ്കാരന്റെ ശാഖാ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് ഇന്ത്യയിലെ മുസ്ലിമുകൾക്കെതിരെ കലാപം നടത്താൻ വരുന്ന ആർഎസ്എസിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കളായ ഹിന്ദുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ വിശ്വസിച്ചു പോകരുത്. നിങ്ങളെല്ലാവരും സ്വസ്ഥമായി സുഖമായി ജീവിക്കുന്ന ഒരു രാജ്യത്തെയാണ് ആർഎസ്എസ് ഹിന്ദുത്വ രാജ്യം എന്ന് പറയുന്നതെന്ന് ഒരിക്കലുമല്ല. മറിച്ച് ആർഎസ്എസ്കാരൻ തന്നെ പറയുന്നു, ആർഎസ്എസ് സ്വപ്നം കാണുന്ന സുവർണ രാജ്യം എന്നാല് ഇന്ത്യയിൽ ഒരു സുവർണ രാജ്യം ഉണ്ടായിരുന്നു, അതിലേക്ക് തിരിച്ചു വരണമെന്നാണ് ആർഎസ്എസ് പറയുന്നത്. 100-600 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ ഒരു സുവർണ രാജ്യം ഉണ്ടായിരുന്നു, ആ സുവർണ രാജ്യത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് ആർഎസ്എസ് പറയുന്നത്. ഏതാണ് സുവർണ രാജ്യം? ഇന്ത്യയിൽ ശബ്ദം ശ്രമിക്കുന്ന ഹിന്ദു ഹൈന്ദവനായ യുവാവും യുവതിയും ആലോചിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സുവർണ രാജ്യം എന്താണ്? ഇന്ത്യയിലെ പാതകളിലൂടെ സ്വന്തം നാട്ടിലെ പൊതുവഴിയിലൂടെ നടക്കാൻ അവകാശമില്ലാത്ത നാടിനെയാണ് ആർഎസ്എസ്കാരൻ സുവർണ രാജ്യം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പിന്നോക്ക ജാതിക്കാരന്, ജാതിയിൽ പിന്നോക്കം പോയിട്ടുള്ള ഇന്ത്യയിലെ ഒരു പിന്നോക്ക ജാതിക്കാരനും ഇവിടുത്തെ സഭ നടക്കുന്ന പൊതുവഴിയിലൂടെ നടക്കാൻ കഴിയില്ലായിരുന്നു ഒരു കാലത്ത്. അങ്ങനെ സഭ നടക്കുന്ന വഴിയിലൂടെ നടക്കണമെങ്കിൽ അവന്റെ പിന്നിൽ അവൻ പാള കെട്ടിത്തൂക്കണം. എന്തിന്? അവൻ നടന്നു പോകുന്ന പാതയോരങ്ങളും മാഞ്ഞു പോകാൻ വേണ്ടി. ഏതെങ്കിലും സവർണ മാടമ്പി തമ്പുരാക്കന്റെ മുന്നിൽ പോയി സംസാരിക്കണമെങ്കിൽ അവന്റെ കഴുത്തിൽ അവൻ പാളയോ പാത്രമോ കെട്ടിത്തൂക്കും. എന്തേ? അവൻ സംസാരിക്കുമ്പോൾ അറിയാതെ പോലും അവന്റെ തുപ്പലി ഭൂമിയിൽ വീണ് അശുദ്ധമാകാതിരിക്കാൻ വേണ്ടി. അതാണ് ആർഎസ്എസ്കാരൻ പറയുന്ന സുവർണ രാജ്യം. എന്തിന്? സ്വന്തം മക്കൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാൻ ഈ രാജ്യത്തെ പിന്നോക്കക്കാർക്ക് അവകാശമില്ലാതെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്വന്തം മക്കളെ ചാത്തനെന്നോ ഭീകരെന്നോ കാളിയെന്നോ പോലെയുള്ള നികൃഷ്ടമായ വാക്കുകൾ മാത്രമേ ഉച്ചരിക്കാൻ കഴിയൂ. അങ്ങനെ നികൃഷ്ടമായ പേരുകൾ മാത്രമേ വിളിക്കാൻ കഴിയൂ. ഏതെങ്കിലും നല്ല പേരുകൾ വിളിച്ചാല് വായിലേക്ക് ഈയമൊരുക്കി ഒഴിക്കുന്ന കാലമുണ്ടായിരുന്നു. ചുട്ടുപൊള്ളിക്കുന്ന നാക്കിനെ ചുട്ടുപൊള്ളിക്കുന്ന കാലമുണ്ടായിരുന്നു. ഏതെങ്കിലും സവർണ വാക്കുകൾ, എന്തിന്? ഉപ്പ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ അടിച്ചു കൊന്ന കേരളമാണ് ഈ കേരളം.
ആ കാലഘട്ടത്തെയാണ് RSS സുവർണ രാജ്യം എന്ന് പറയുന്നത്. ഉപ്പ് എന്ന് താഴ്ന്ന അധികാരം പറയാൻ പാടില്ല. ഇന്ത്യയിലെ ദളിതന് ഉപ്പ് എന്ന് പറയാൻ പാടില്ല. ഇന്ത്യയിലെ കുറവന് ഉപ്പ് എന്ന് പറയാൻ പാടില്ല. ഇന്ത്യയിലെ പറയന് ഉപ്പ് എന്ന് പറയാൻ പാടില്ല. ഇന്ത്യയിലെ വേട്ടുവന് ഉപ്പ് എന്ന് പറയാൻ പാടില്ല. ഇന്ത്യയിലെ ആദിവാസി ഉപ്പ് എന്ന് പറയാൻ പാടില്ല. കാര്യം അത് സവർണർ ഉപയോഗിക്കുന്ന വാക്കാണ്. ആ വാക്ക് ഉപയോഗിച്ചാൽ കുട്ടിയായാലും പിതാവായാലും മാതാവായാലും അടിച്ച് കൊല്ലുന്ന ഒരു കാലഘട്ടം ഈ രാജ്യത്തുണ്ടായിരുന്നു. ആ കാലഘട്ടമാണ് RSSകാരൻ സവർണ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. സ്വന്തമായി കെട്ടിക്കൊണ്ട് വേലി കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണിന്റെ കൂടെ ആദ്യ രാത്രി അന്തി ഉറങ്ങാൻ കഴിയാതെ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ സവർണ മാടമ്പി തമ്പുരാക്കന്റെ പടിവാതിലേക്ക് കയറ്റി വിട്ടിട്ട് പുറത്ത് ചൂട്ട് കത്തിച്ചിരിക്കേണ്ടി വന്ന ഈ രാജ്യത്തെ ദളിത് ജനവിഭാഗത്തിന് യുവാക്കളുടെ ഗതികെട്ടൊരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തെയാണ് RSSകാരൻ പറയുന്ന ഹിന്ദുത്വ രാജ്യം എന്നത്. അത് RSSകാരൻ അവന്റെ കിതാബില് അവന്റെ വേദഗ്രന്ഥത്തിൽ എഴുതി വെച്ചു. ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക കർമ്മത്തിന് മാത്രമേ ഈ രാജ്യത്ത് നിലനിൽപ്പുള്ളൂ എന്നാണ് RSS പറയുന്നത്. അതായത് ബ്രഹ്മാവിന്റെ വായിൽ നിന്നിച്ച ബ്രാഹ്മണനും താഴെ നയിച്ച ക്ഷത്രിയനും അതിന്റെ താഴെ ശുദ്രനും അതിന്റെ താഴെ നയിച്ച വൈശ്യനും ശുദ്രനും ഉൾപ്പെടെയുള്ള കീഴ്ജാതി വിഭാഗത്തിന് ഒരു കാലത്തും വിദ്യാഭ്യാസം നേടാൻ പാടില്ല. അത് സുവർണ രാജ്യത്താണെങ്കിലും അതേ നിലപാടാണ്. 2020-21 കാലഘട്ടത്തിലാണെങ്കിലും RSSന് അതേ നിലപാടാണ്. അതുകൊണ്ടാണ് നല്ലതുപോലെ മിടുക്കനായി പഠിക്കുമെന്നവർ പോറ്റും. ഇന്ത്യയിലെ ബിരുദവും ബിരുദാനന്ത ബിരുദവും കരസ്ഥമാക്കി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫെലോഷിപ്പുകളും സ്കോളർഷിപ്പുകളും സ്വന്തമാക്കി ഇന്ത്യയിലെ തന്നെ പ്രധാന സർവകലാശാലയായ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോയ രോഹിത് യൂമരയ്ക്ക് പഠിക്കാൻ കഴിയാത്തത് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, കഴിവില്ലാത്തത് കൊണ്ടല്ല. ഉമ്മ പണിയെടുത്ത് മാതാവ് പണിയെടുത്ത് അധ്വാനിച്ച് കൂലിവേല ചെയ്ത് അധ്വാനിച്ചൊക്കെ പണം ഉണ്ടായിരുന്നു. പണമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് തനിക്ക് പഠിക്കാൻ കഴിവുണ്ടായിട്ടും മിടുക്കുണ്ടായിട്ടും സാഹചര്യം ഉണ്ടായിട്ടും ഇനി എനിക്കൊരടി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യാ കുറിപ്പ് എഴുതി കയറിൽ കെട്ടിത്തൂങ്ങുമ്പോൾ രോഹിത് പറഞ്ഞത് എന്റെ ജന്മമാണ് എന്റെ കുറ്റം, എന്റെ ജന്മമാണ് കുറ്റം. കാരണം കറുത്ത ശരീരമുള്ള കറുത്ത തൊലിയുള്ള ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ജനിച്ചു പോയതാണ് എന്റെ പ്രശ്നം. കറുത്ത തൊലിയുള്ള കറുത്ത നിറമുള്ള പിതാവിന്റെ ബീജത്തുള്ളികൾ എന്റെ ജന്മത്തിന് കാരണമായതാണ് കുറ്റം. അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. ആ കാലഘട്ടത്തെയാണ് RSS സുവർണ രാജ്യം എന്ന് പറയുന്നത്. അതല്ലാതെ സുവർണ രാജ്യമെന്നും സ്വർഗരാജ്യമെന്നും ഹിന്ദുത്വ രാജ്യം എന്ന് പറയുമ്പോൾ ആ വാക്കും കേട്ട് കലാപത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ഈ നാട്ടിലെ സാധാരണ ഹിന്ദുവിനെ വയ്ക്കുന്നത് നിങ്ങളാരും സ്വസ്ഥതയോടുകൂടി ജീവിക്കുന്ന രാജ്യമല്ല. നിങ്ങൾ സ്വസ്ഥമായി ജീവിക്കണോ? നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാൻ നിങ്ങൾക്ക് അവകാശം വേണോ? ഇഷ്ടമുള്ള പേര് വിളിക്കാൻ അവകാശം വേണോ? ആരടാ എന്ന് ചോദിക്കുമ്പോൾ ഓ തമ്പുറ എന്ന് തലകുനിച്ച് നടുവ് വളച്ച് നിൽക്കാതെ എഴുന്നേറ്റ് ശിരസ് ഉയർത്തിപ്പിടിച്ച് തലയുയർത്തിപ്പിടിച്ച് ഞാനാണെന്ന് പറയാനുള്ള അവകാശം വേണോ? കെട്ടിയ പെണ്ണിന്റെ കൂടെ ജീവിക്കാനുള്ള അവകാശം വേണോ? സ്വന്തം മക്കളുടെ മാരണം മറയ്ക്കാനുള്ള അവകാശം വേണോ? സ്വന്തം ഭാര്യയുടെ മാനം സംരക്ഷിക്കാനുള്ള അവകാശം വേണോ? ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇവിടെ ഇതുപോലെ നിലനിൽക്കണം. ഈ രാജ്യത്തിന്റെ മതേതരത്വം ഇതുപോലെ നിലനിൽക്കണം. ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇതുപോലെ നിലനിൽക്കണം. എങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ RSSകാരുടെ സുവർണ രാജ്യത്തിലെ ഇന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗത്തിന്റെ ജീവിതം കഴിഞ്ഞ കാല ചരിത്രങ്ങൾ ഓർത്താൽ മാത്രം മതി. അതുകൊണ്ട് RSSകാരുടെ ഹിന്ദുത്വ രാജ്യം എന്നത് മുസ്ലിങ്ങൾക്ക് മാത്രം എതിരായ ഒന്നല്ല. RSSകാരുടെ ഹിന്ദുത്വ രാജ്യം ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് മാത്രം എതിരായ ഒന്നല്ല. RSSകാരുടെ ഹിന്ദുത്വ രാഷ്ട്രം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം എതിരായ മാത്രമൊന്നല്ല. ഇന്ത്യയിലെ മതമുള്ളവനും മതമില്ലാത്തവനും ഇന്ത്യയിലെ ഹിന്ദുവായ പിന്നോക്ക മതജന വിഭാഗത്തിന് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ സവർണർ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സകല കോടി ജനങ്ങൾക്കും എതിരായ ഒരു ആശയ പദ്ധതിയുടെ പേരാണ് RSSന്റെ ഹിന്ദുത്വ രാജ്യം എന്നത്. അത് ഈ രാജ്യത്തെ മുസൽമാന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന പോലെ ഈ രാജ്യത്തെ ദളിതനും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഈ രാജ്യത്തെ പിന്നോക്ക ജാതിക്കാരനും ക്രിസ്ത്യാനിക്കും സിഖുകാരനും ബുദ്ധമതക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെതിരെ ഒരുമിച്ച് ഇതുകൊണ്ട് ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക് സംരക്ഷിക്കേണ്ടത്, ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ എന്താ വിചാരിച്ചത്? ഇതൊക്കെ വടക്കേ ഇന്ത്യയിലെ നടക്കൂ, കേരളത്തിൽ നടക്കില്ല എന്നൊരു ആശയും ഒരു അഹങ്കാരമൊക്കെ ഉണ്ടായത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഞങ്ങൾക്ക് ഒരു അഹങ്കാരം ഉണ്ടായത്. ഇത് ഈ വർഗീയതൊന്നും കേരളത്തിൽ വിലപ്പോവില്ല എന്നായിരുന്നു.
പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെ സംഭവ വികാസങ്ങൾ നമുക്ക് വരച്ചു കാട്ടിത്തരുന്നത് അങ്ങനെയൊന്നുമല്ല. പണ്ട് വടക്കേ ഇന്ത്യ നടക്കുന്ന ധർമ്മസംസദ് പോലെയുള്ള RSSന്റെ സന്യാസിമാരുടെ സമ്മേളനങ്ങള് 5 ദിവസം നിൽക്കുന്ന UPയിലെ ധർമ്മസംസദ് പരസ്യമായി പ്രഖ്യാപിക്കുന്നു ഇന്ത്യയിലെ മുസ്ലിം യുവാക്കളെ കൊലപ്പെടുത്തണമെന്ന്. അതിനുവേണ്ടി ഇന്ത്യയിലെ ഹിന്ദു യുവാക്കൾ ആയുധം ശേഖരിക്കണമെന്ന് മൈക്ക് കെട്ടി ഇതുപോലെ പ്രസംഗിക്കുന്നു. എന്നിട്ട് ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങളിലേക്ക് കലാപം അഴിച്ചുവിടുന്നു. പക്ഷേ അവർക്ക് അവിടെ തെറ്റിപ്പോയി എന്നതാണ് ഇന്ന് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കാൻ വേണ്ടി വരുന്നത്. സാധാരണഗതിയില് അങ്ങനെ കലാപവും വടിവാളും ആയുധങ്ങളുമായി ആക്രോശിച്ചു വരുമ്പോൾ സാധാരണഗതിയിൽ മുസ്ലിം യുവാക്കളെ കൊലപ്പെടുത്തി കടന്നു പോകാനാണ് RSSന്റെ പതിവ്. മുസ്ലിം സ്ത്രീകളുടെ മാനങ്ങൾ കവർന്നുകൊണ്ട് അട്ടഹസിക്കലാണ് RSSന്റെ പതിവ്. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളില്, പോപ്പുലർ ഫ്രണ്ടിന്റെ സന്ദേശം എത്തിയിട്ടുള്ള സ്ഥലങ്ങളില് അങ്ങനെ ആനന്ദിച്ചുകൊണ്ട് പോകാൻ RSSന് ഇത്തവണ കഴിഞ്ഞില്ല. ആരംഭിച്ച് അട്ടഹസിച്ച് പോയിടത്തൊക്കെ അലമുറ ഇട്ടുകൊണ്ട് പിരിഞ്ഞു പോകേണ്ട ഗതികേട് ഉണ്ടായപ്പോൾ ഇന്ന് RSSകാരൻ പറയുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കണമെന്ന്. ഇന്ന് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കണമെന്നാണ് RSSും സംഘപരിവാരം പറഞ്ഞു നടക്കുന്നത്. RSSനോടും നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഈ രാജ്യത്തെ RSSന്റെ സകല എമാമാരോടും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിരോധിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നിരോധിക്കാം, പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കാം. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് ഉയർത്തിവിട്ട ഒരു ആശയമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ആ ആശയം ഈ രാജ്യത്തെ മർദ്ദിത ജനവിഭാഗങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, ഈ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, ഈ രാജ്യത്ത് നീതി നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗം ഏറ്റെടുത്തിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഈ പ്രസ്ഥാനം വളർന്നുകൊണ്ടേയിരിക്കും. അവരുടെ കൈകളിൽ നിന്ന് കൈകളിലേക്ക് ഈ പ്രസ്ഥാനം വളർന്നുകൊണ്ടേയിരിക്കും. ആ വളർച്ചയെ തടയിടാന് നരേന്ദ്രമോദിയല്ല, നരേന്ദ്രമോദി 7 ജന്മം ജനിച്ചാൽ പോലും നടക്കില്ല എന്ന വസ്തുത ഇന്ത്യയിൽ നരേന്ദ്രമോദി മനസ്സിലാക്കുന്നുണ്ടാവും. അമിത്ഷായി നരേന്ദ്രമോദി വിചാരിച്ചത് RSS കളസമിട്ട കുറെ തവള ചാടുന്ന പോലെ തവളച്ചാട്ടക്കാരന്മാരെ വിചാരിച്ചത് കേരളത്തിലല്ല ഇന്ത്യയില് ഞങ്ങളല്ല ഭരിക്കുന്നത്, ഞങ്ങളുടെ ആഭ്യന്തരമന്ത്രി, ഞങ്ങളുടെ പ്രധാനമന്ത്രി എല്ലാം ഞങ്ങളുടെ കയ്യില്, അത് പോപ്പുലർ ഫ്രണ്ട് പൂട്ടിക്കളയാമെന്ന വല്ല സ്വപ്നവും കണ്ടുകൊണ്ടാണ് ഇരുന്നെങ്കിൽ സംഘികളോട് വിവരവും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, സാധാരണ വിവരവും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ RSS ആവില്ലാത്ത വസ്തുതയുണ്ട്. RSSല് വിവരവും വിദ്യാഭ്യാസം ഉണ്ടാകുന്ന ആളുണ്ടെന്ന് വിശ്വസിച്ച് പോയാൽ തന്നെ ഞാൻ ഇതിന്റെ പുറത്തായിട്ട് അമ്മാതിരി ആളുകളാണ് RSSകാർ. വിവരവും വിദ്യാഭ്യാസവും വെള്ളിയാഴ്ചയും പരിസരത്ത് കൂടി പോയിട്ട് RSSകാർ പറയാനുള്ളത്, അങ്ങനെ വല്ല ദിവാസ്വപ്നത്തിലാണെങ്കിൽ അത് 4 മടക്കി പോക്കറ്റിൽ ഇട്ടാൽ മാത്രം മതി. പോപ്പുലർ ഫ്രണ്ടിന്റെ നിലപാടുണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഇൻഷാ അല്ലാഹ്, അല്ലാഹു സാക്ഷി, ഈ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിലനിൽക്കും. അത് ആശയങ്ങളായി, അത് ആദർശങ്ങളായി നിൽക്കും. അവിടെ നേരത്തെ കുറ്റ്യാടി ഹമീദ് സൂചിപ്പിച്ച പോലെ ഈ നാടിന് ഒരുപാട് പങ്കോർക്കാൻ കഴിയും. 1989 ഒക്ടോബർ മാസം 12-ാം തീയതി ഈ തൊട്ടടുത്തുള്ള മയ്യന്നൂർ മദ്രസ ഹാളിൽ നിന്ന് തുടങ്ങി വെച്ച ഈ ആശയമുണ്ടല്ലോ, ഈ പ്രതിരോധത്തിന്റെ ആശയമുണ്ടല്ലോ, ഈ ആർജവത്തിന്റെ ആശയമുണ്ടല്ലോ, ഈ നീതിയുടെ ആശയമുണ്ടല്ലോ, ഈ സത്യത്തിന്റെ ആശയമുണ്ടല്ലോ, ഈ സന്തുലത്തിന്റെ സ്നേഹത്തിന്റെ ആശയമുണ്ടല്ലോ, ഈ ആശയം ഇന്ന് കേരളത്തിലും അല്ല ഇന്ത്യയിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. അത് നരേന്ദ്രമോദിയുടെ സുനാമി കൊണ്ട് വിളക്കാൻ കഴിയാത്തത്തോളം ഉറച്ച ആശയമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മാറിയിട്ടുണ്ട്. അതിന് ഏത് നരേന്ദ്രമോദി ഏത് കൊടുങ്കാറ്റ് കൊണ്ടുവന്ന് വീക്ഷിപ്പിച്ചാലും അതിനൊരാട്ടവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് RSS കൂട്ടർ മനസ്സിലാക്കിയോ. അത്രത്തോളം സ്ട്രോങ് ആയിട്ട്, അത്രത്തോളം തെളിച്ചമായിട്ട്, വെളിച്ചമായിട്ട് ഈ രാജ്യത്തിന്റെ മുമ്പിലേക്ക് പോപ്പുലർ ഫ്രണ്ട് എന്ന ആശയം എത്തിയിരിക്കുന്നു. അത് ഈ രാജ്യത്തെ ഗ്രാമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഏറ്റെടുത്ത ഗ്രാമങ്ങളിൽ നിന്ന് വള്ളി ട്രൗസറും അടിച്ചിട്ട് കൊണ്ട് ഓടേണ്ട ഗതികാരാണ് RSSല്. ഇന്ന് പറയുന്നു ഇൻഷാ അല്ലാഹ് സുമ്മ ഇൻഷാ അല്ലാഹ് ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ നിന്നുകൊണ്ട് അതേ ട്രൗസറും അടിച്ചിട്ടുകൊണ്ട് അഭയമില്ലാതെ, ആശ്രയ കേന്ദ്രങ്ങളില്ലാതെ, പ്രതീക്ഷകൾ നശിച്ച്, സ്വപ്നങ്ങൾ നശിച്ച് RSSകാർ തിരിഞ്ഞോടുന്ന ഒരു ദിനമുണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. ആ ദിനത്തിന് വേണ്ടിയാണ് ഞങ്ങളുള്ളത്. അവിടെ നിങ്ങൾക്ക് ഞങ്ങളെ കാരാഗ്രഹങ്ങളിൽ അയക്കാം, പ്രശ്നമില്ല. കള്ളക്കേസുകൾ കൊടുക്കാം, പ്രശ്നമല്ല. ഞങ്ങൾക്കറിയാം ഈ രാജ്യത്ത് മുഴുവൻ കള്ളക്കേസുകൾ കൊടുക്കലാണ് നിങ്ങളുടെ ആശയ പദ്ധതി എന്ന് നന്നായി അറിയാം. അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകന്മാരെയും ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകുന്ന ആൾക്കാരെയും കള്ളക്കേസുകൾ ചുമത്തി ജയിലിലിട്ട് കഴിഞ്ഞാല് ഇതെല്ലാം നിന്നു പോകുമെന്നാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്. നിങ്ങൾ തെറ്റിപ്പോയി.
ഇന്ത്യ രാജ്യത്ത് 4,73,112 ജയിലിൽ കിടക്കുന്ന പ്രതികളുണ്ട്. ജയിലിൽ കിടക്കുന്ന ആൾക്കാർ എത്രയാണ്? 4,712 പേര്. ആ 4,712 പേരില് 3,700,000 ആൾക്കാരും നിരപരാധികളാണെന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവര് വിചാര തടവുകാരാണ്. അതായത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജയിലിൽ കിടക്കുന്ന 76% ആൾക്കാരും താൻ എന്തിനു വേണ്ടിയാണ് ജയിലിൽ കിടക്കുന്നത് അറിയില്ല. 100 ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ വിളിച്ചിരുത്തിയാൽ 76 ആൾക്കാർക്കും അറിയില്ല താൻ എന്ത് കുറ്റമാണ് ചെയ്തതെന്ന്. ഒരു കോടതിയും താൻ കുറ്റവാളിയെന്ന് ശിക്ഷിച്ചിട്ടില്ല. അങ്ങനെ കോടതികൾ കുറ്റവാളി എന്ന് പോലും പറഞ്ഞിട്ടില്ലാത്ത 76% ആൾക്കാരും ഇന്ന് ജയിലിൽ കിടക്കുന്നതിൽ 76% ആൾക്കാരും നിരപരാധികളോ വിചാര തടവുകാരാണ്. കുറെ ആൾക്കാരെ ജയിലിൽ പിടിച്ചിടാൻ കഴിയും. അതേപോലെയോ ഈ രാജ്യത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാരെ തടഞ്ഞു വെക്കാൻ കഴിയും. കള്ള കേസുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രസംഗിക്കാൻ കഴിയും. പക്ഷേ ഈ ആശയത്തെ തടയാൻ RSSനോ ഭരണകൂടത്തിനോ കഴിയില്ല എന്ന വസ്തുത മനസ്സിലാക്കണം. ഇത് ഈ രാജ്യത്തിന്റെ തേട്ടമാണ്. ഇത് ഈ രാജ്യത്തിന്റെ തേട്ടമാണ്. ഈ രാജ്യത്തിന്റെ ഹൃദയങ്ങളിൽ നിന്ന് ഉണ്ടായ പ്രസ്ഥാനമാണിത്. ഇത് നേതാക്കന്മാരാവാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല. ഇത് ആള് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല. ഇത് അധികാരം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല. മറിച്ച് ഈ രാജ്യത്തിലെ ആയിരക്കണക്കിന് ഉമ്മമാരുടെ പ്രാർത്ഥനകളുടെ ഫലമായി ഉണ്ടായ പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട്. ഞങ്ങൾക്കൊരു രക്ഷകനെയോ ഒരു സഹായിയോ തരണമെന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പടച്ചവന്റെ ദർബാറിലേക്ക് ഇരുകരങ്ങളെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച ഉമ്മമാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. പ്രതീക്ഷയറ്റുകൊണ്ട് ഒരു പ്രതീക്ഷയുമില്ലാതെ ഈ രാജ്യത്തിന്റെ പിന്നാമ്പുറത്തിലേക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞ ജനതയുണ്ടല്ലോ, ആ ജനതയ്ക്ക് പ്രതീക്ഷയുടെ കിരണങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഈ രാജ്യത്ത് നീതി നിഷേധിക്കപ്പെട്ട് ഈ രാജ്യത്തെ അരികവൽക്കരിക്കപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തേക്ക് അരികവൽക്കരിച്ച നീതി നിഷേധിച്ച ഒരു ജനവിഭാഗമുണ്ടല്ലോ, ആ ജനവിഭാഗത്തിന് ഈ രാജ്യത്ത് അരികവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗത്തിന് നീതിയുടെ വെളിച്ചങ്ങളായി മാറിയ പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഈ രാജ്യത്ത് ആരോരുമില്ലാതെ ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ആർക്കും കൊട്ടാവുന്ന ചെണ്ടയായി കഴിഞ്ഞ ജനവിഭാഗമുണ്ടല്ലോ, ആ ജനവിഭാഗത്തിന് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ഗാർഡിയനായിരുന്നുകൊണ്ട് അവരുടെ പിതാവായിരുന്നുകൊണ്ട് അവരുടെ മാതാവായിരുന്നുകൊണ്ട് അവരെ മാറോട് ചേർത്ത് പിടിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുക ചെയ്യും. ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതിനെയും. പക്ഷെ ഈ രാജ്യം നിലനിൽക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ടിന് മാത്രം ആവശ്യമല്ല. ഈ രാജ്യം നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ മാത്രം ആവശ്യമല്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും സിഖുകാരന്റെയും ബുദ്ധമതക്കാരന്റെയും ഒക്കെ ആവശ്യമാണ്. ഇന്ന് കർഷകർ വീണ്ടും സമരത്തിലാണ്. എന്താണ് ഗതി എന്നറിയില്ല അവരുടെ അവസ്ഥ. കാര്യം അവരൊരുപാട് സ്വപ്നം കണ്ട് അവരുടെ നെൽപ്പാടങ്ങൾ ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. വൈക്കോൽ മിനാരം നിറഞ്ഞ മുറ്റത്ത് ചണ്ട കൊട്ടിക്കട തെയ്യങ്ങളാടുന്നു. ഇനി എന്റെ കരളും പറിച്ചുകൊള്ളുക, ഇനി എന്റെ സകലതും എടുത്തുകൊള്ളുക. വീട്ടുമുറ്റത്തെ വൈക്കോൽ പാടങ്ങള് നിറഞ്ഞിരുന്ന പാടങ്ങൾ നോക്കിക്കൊണ്ട് ഈ രാജ്യത്തെ കർഷകർ ഒരു സ്വപ്നമുണ്ടായിരുന്നു. തന്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി, തന്റെ ഭാര്യയ്ക്ക് വിശപ്പ് മാറ്റാൻ വേണ്ടി, തന്റെ കുടുംബത്തിന്റെ വിശപ്പ് അകറ്റാൻ വേണ്ടി സ്വപ്നം കണ്ടുവരുന്ന കർഷകന്റെ മുറ്റത്തേക്ക് കാർഷിക നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കാർഷിക നയത്തിന്റെ ഭാഗമായി തന്റെ എല്ലാ കൃഷിഭൂമികളും ഈ രാജ്യത്തെ ടാറ്റയും ബിർളയും അംബാനിയും പോലെയുള്ള കുത്തക മുതലാളിമാരുടെ കൈക്കീഴിലേക്ക് പോയപ്പോൾ എല്ലാ സ്വപ്നങ്ങളും തകർന്നിട്ട് വീട്ടുമുറ്റത്ത് ജപ്തി നോട്ടീസുമായി വിറകൊള്ളുന്ന ഉദ്യോഗസ്ഥന്റെ മുന്നിൽ തലകുനിച്ചിറങ്ങിപ്പോകാൻ മടിയുള്ളത് കൊണ്ട് തൊട്ടിലിറങ്ങുന്ന കുഞ്ഞെ, നിന്റെ വായിൽ വയമ്പ് പകരേണ്ട പ്രായമാണെന്ന് അച്ഛന് നന്നായി അറിയാം. പക്ഷേ വയമ്പിന് പകരട്ടെ, വിഷത്തുള്ളി പകരട്ടെ കുഞ്ഞെ എന്ന് വിളിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ നാടായി ഈ നാടിനെ നരേന്ദ്രമോദി മാറ്റിയെടുത്തു. അതുകൊണ്ട് ഈ രാജ്യം നിലനിൽക്കേണ്ടത് കർഷകരുടെ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ
നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ബുദ്ധമതക്കാരന്റെയും സകലരുടെ ആശയമാണ്. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് ഒത്തൊരുമിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പുരോഗതിക്കായി, ഈ രാജ്യത്തിന്റെ വികസനത്തിനായി, ഈ രാജ്യത്തിന്റെ മുന്നേറ്റത്തിനായി ഒരുമിച്ച് കൈകോർക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് പോപ്പുലർ. നന്ദി. എസ് മുഹമ്മദ് ഖാസിം.